ഹലോ കൂട്ടുകാരെ, നല്ലൊരു മീൻ കറി വെക്കാൻ പോവാണ്. ചട്ടിയിൽ എണ്ണ ഒഴിച്ച് ചൂടായപ്പോൾ ഇതാ ഉലുവ ഇട്ട് കൊടുത്തു, കറിവേപ്പില ഇട്ട് കൊടുത്തു, പിന്നെ അതാ ഇഞ്ചി വെളുത്തുള്ളിയും ചതച്ചതാണ് ഇട്ട് കൊടുക്കുന്നത്. പിന്നെ സവാളയും കൂടി ഇട്ട് കൊടുത്തിട്ട് 2 പച്ചമുളകും കീറിയതും കൂടി ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക. വഴണ്ട് വരുമ്പോഴാണ് തക്കാളി ഇട്ട് കൊടുക്കുന്നത്. തക്കാളി ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ഇളക്കിയിട്ട് അടച്ച് വയ്ക്കുക കേട്ടോ. അടപ്പ് തുറന്നപ്പോഴേക്കും നന്നായിട്ട് തക്കാളി വെന്തിട്ടിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തു, 1 ടീസ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്, 2 ടീസ്പൂൺ മുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പൊടി നന്നായിട്ട് മൂക്കട്ടെ. മൂത്ത് വരുമ്പോൾ നമുക്ക് പുളിവെള്ളം ഒഴിക്കാം കേട്ടോ. പുളിവെള്ളം ഇത് വാളംപുളിയാണേ, അപ്പോൾ പുളി നന്നായിട്ട് തിളച്ച് വരണം. ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ, കല്ലുപ്പ് ഉപ്പിട്ടിട്ട് പുളിവെള്ളം നന്നായിട്ട് തിളച്ച് വരട്ടെ. അപ്പോൾ മീൻ ഇട്ട് കൊടുക്കാം. 2 തരം മീൻ ഉണ്ട് കേട്ടോ, പേരറിയാത്ത എന്തോ ഒരു മീനുണ്ട്, പിന്നെ മത്തിയുണ്ട്. അപ്പോൾ മീനൊക്കെ വെന്തു. ഇനി നമുക്ക് തേങ്ങ അരച്ചത് ചേർക്കാം. അങ്ങനെ മീൻ കറി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതാ 2 കറിവേപ്പിലയും വെളിച്ചെണ്ണയും കൂടി ചേർത്തിട്ട് വാങ്ങി വെച്ചിട്ടുണ്ട്. അങ്ങനെ മീൻകറി റെഡി ആയപ്പോഴേക്കും രാജേട്ടൻ ചോറിനാൻ വന്നിട്ടുണ്ട്. അപ്പോൾ ചോറ് വിളമ്പട്ടെ. മീൻകറി ഉണ്ടെങ്കിൽ ഇന്നിപ്പോൾ എല്ലാവർക്കും ചോറിനാൻ നല്ല ഉഷാറാണ് കേട്ടോ. ഇപ്പോൾ നല്ല അടിപൊളിയായിട്ടാണ് മീൻകറി. അടിപൊളി, കാണാൻ തന്നെ നല്ല രസമുണ്ട് കേട്ടോ. ഇവിടെ തേങ്ങ അരയ്ക്കാതെയും തേങ്ങ അരച്ചിട്ടൊക്കെ വെച്ചാലും ഇവിടെ എങ്ങനെ വെച്ചാലും മീൻകറി ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ നിങ്ങളെങ്ങനെയാണ് വെക്കാറെന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ 2 കഷ്ണം എടുത്ത് വറക്കും കൂടിയും ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതും കൂടിയും വെച്ചു. അപ്പോൾ രാജേട്ടന് വിളമ്പി, ഇനി എല്ലാവർക്കും വിളമ്പട്ടെ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടമായ ഒന്ന് ലൈക്ക് ചെയ്യണേ.